ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മറ്റന്നാളാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങൾ, പുതുച്ചേരി ഉൾപ്പെടെ 40 ലോക്സഭാ മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധി എഴുതുകയാണ്. സമാനതകളില്ലാത്ത കാടിളക്കിയുള്ള പ്രചാരണത്തിനാണ് തമിഴ്നാട് ഇത്തവണ വേദിയായത്. തമിഴ്നാടിനെ കുറിച്ചാണ്. അപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ആഴ്ന്ന വേരുകളുള്ള മണ്ണാണ്. അവിടെ BJP ഇത്തവണ 8 തവണയാണ് മോദി വന്നത്. അപ്പോൾ കാടിളക്കിയുള്ളൊരു പ്രചാരണം, എന്ത് വന്നാലും 2 അക്കം കണ്ടിരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് BJP ഇത്തവണ അവിടെ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല 2 സീറ്റ് കേരളത്തിലും ഇടയ്ക്കിടയ്ക്ക് അവർക്കത് പറയാം. ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. 34 സീറ്റിലോട്ട് മത്സരിക്കുന്നുണ്ട്. എന്താകും തമിഴ്നാടിൻ്റെ ഒരു സ്ഥിതി? അല്ല, അത് ഈ തമിഴ്നാട് 40 സീറ്റ് എന്ന് പറയുന്നതായിരിക്കും സൗകര്യം. 39 തമിഴ്നാട്ടിലെയും 1 പുതുച്ചേരിയിലെയും വെച്ചിട്ട്. ഇതിൽ നമ്മൾ മൊത്തം ഈ ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു സങ്കല്പം, അതിന് ശരിക്കൊരു പ്രാക്ടിക്കൽ ഫോം വന്നിട്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. അങ്ങനെ ഒരു ഫോം വരിക മാത്രമല്ല, ആദ്യമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ സീനിയർ പ്ലെയർ, ബിഗർ പ്ലെയർ ആരാണ്? DMK ആണ്. DMK അല്ലെങ്കിൽ DMKയുടെ ലീഡർഷിപ്പ്, കൃത്യമായി പറഞ്ഞാൽ സ്റ്റാലിൻ അത് സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം ഉദാരമായ സമീപനം, അല്ലെങ്കിൽ അങ്ങേയറ്റം എന്തായാലും പറയാം, രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് പറയാവുന്നൊരു സമീപനം. നോക്കൂ, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി DMK ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ ഈ പ്രധാന പാർട്ടികളെടുത്താൽ DMK, ADMK, BJP, ഈ പാർട്ടികളെടുത്താൽ ഏറ്റവും കുറച്ച് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി ആരാണ്? DMK ആണ്. DMK 20 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. DMK ഇല്ലേ അവിടെ ഇന്ത്യ മുന്നണി ഇല്ല, ഈ പറയുന്ന രാഷ്ട്രീയവും ഇല്ല. പക്ഷേ അവർ പകുതി സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഇതിനു വേണ്ടിയിട്ട് വിട്ടുവീഴ്ച, അഡ്ജസ്റ്റ് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ അവർ സന്നദ്ധരായി. 20 സീറ്റിൽ അവർ മത്സരിക്കുന്നു. 10 സീറ്റിൽ കോൺഗ്രസ്, 4 സീറ്റിൽ CPM, CPI, 2 സീറ്റിൽ VCK, അങ്ങനെ 36 സീറ്റ്. പിന്നെ ഓരോ സീറ്റ്, ഒന്ന് മുസ്ലിം ലീഗിന്, ഒന്ന് MDM മറ്റേ വൈക്കോയുടെ പാർട്ടി, മറുമലർച്ചി ദ്രാവിഡ കഴകം, പിന്നെ കൊങ്കുനാട് പാർട്ടി, പിന്നെയും ഒരു പാർട്ടിയുണ്ട്. എന്നിട്ട് ഇവരെ കൂടെ ഉണ്ട് സഖ്യത്തിൽ മനിതനേയ മക്കൾ കക്ഷി. മനിതനേയ മക്കൾ കക്ഷിക്ക് സീറ്റില്ല. പക്ഷെ അവരോട് പറഞ്ഞു, അടുത്ത വർഷം ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നുണ്ട്, അത് നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞു. വളരെ പക്ക. പിന്നെ കമലഹാസന്റെ സോറി, അത് മനിതനേയ മക്കൾ കക്ഷിയും ജവാഹിറുള്ളയുടെ പാർട്ടി, കമലഹാസന്റെ പാർട്ടിയും മക്കൾ നീതി മയ്യത്തോടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അടുത്ത തവണ, അടുത്ത 2025 വരുന്ന രാജ്യസഭാ സീറ്റ് നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റാണ് കാര്യം. അതും വളരെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ പറയുന്ന പണികളെല്ലാം തീർത്ത് വെടിപ്പാക്കി വെച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ടർ ഇർഷാദ് പടന്ന തമിഴ്നാട്ടിൽ സഞ്ചരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ഇർഷാദുമായിട്ട് സംസാരിച്ചു. ഇർഷാദ് പറയുന്നൊരു കാര്യം, കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് റാലികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ DMK തന്നെ ഉണ്ടാവുള്ളൂ കാര്യമായിട്ട്, മറ്റു പാർട്ടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ അവർ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേജിലാവട്ടെ, റാലിയിലാവട്ടെ, വാഹനത്തിൽ കിട്ടുന്ന കുടിയുടെ കാര്യത്തിലാകട്ടെ, അതിലെല്ലാം ഈ പറയുന്ന എല്ലാ പാർട്ടികളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്താൻ DMK തന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പം ഒരു പ്രദേശത്ത് ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുകയാണ്. അവിടെ ഉദയനിധി സ്റ്റാലിൻ അല്ലെങ്കിൽ MK സ്റ്റാലിൻ തന്നെ പ്രസംഗിക്കുന്നു. അവിടെ മുസ്ലിം ലീഗ് ഇല്ല. പക്ഷേ ഇങ്ങനെ എവിടുന്നെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തും. CPMകാരോ CPIക്കാരോ ഉണ്ടാവില്ല. പക്ഷേ സ്റ്റേജിൽ ആ പ്രദേശത്ത് CPM ഇല്ലെങ്കിലും CPI ഇല്ലെങ്കിലും സ്റ്റേജിൽ ഇവരെല്ലാവരും ഉണ്ടായിരിക്കും. ഇവരുടെ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന, അവരെ പ്രത്യേകമായി മെൻഷൻ ചെയ്യും, അവരുടെ പാർട്ടിയെ മെൻഷൻ ചെയ്യും, പ്രത്യേകമായ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കും, അവർക്കെല്ലാം പ്രസംഗിക്കാൻ സമയം കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണി രാഷ്ട്രീയം മനോഹരമായിട്ട് കൊണ്ടുപോകാം എന്നത് സ്റ്റാലിൻ അവിടെ കാണിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇതെങ്ങനെ ഇദ്ദേഹം ഏതെങ്കിലും നിലക്കുള്ള വലിയൊരു പരാജയ ഭീതിയോ ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസിയോ
ഭരണവിരുദ്ധ വികാരം അവിടെ ഇല്ല. സ്റ്റാലിൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ തോതിൽ പിന്തുണക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള സർക്കാരിനോടുള്ള അനുകൂല സമീപനം ജനങ്ങൾക്കിടയിലുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഇദ്ദേഹം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ധാർഷ്ട്യം കൂടാവുന്നതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി മേജർ പ്ലെയർ ആയിരിക്കെ ആ ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡാണ് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. എപ്പോഴും ഒരു വിനയ സ്വഭാവത്തിൽ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ മുന്നണി രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ ഘടകം തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കോർ എന്ന് പറയുന്നത് തന്നെ ഹിന്ദുത്വ വിരുദ്ധതയാണ്. ദ്രവീഡിയൻ രാഷ്ട്രീയമാണ്. ദ്രവീഡിയൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വ ഈ പറയുന്ന സംഗതികൾക്കെതിരാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം തിളച്ചു നിൽക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തിളച്ചു മറിയുന്നത്? ഈ പറയുന്ന കേന്ദ്ര ഭരണകൂടം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവെയും തമിഴ്നാടിന് സവിശേഷമായും അവഗണിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ഗവർണർ എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ ബില്ലുകളെല്ലാം അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. വരൾച്ച ഉണ്ടായി, വരൾച്ചയ്ക്കുള്ള സഹായം തരുന്നില്ല. ആ സഹായത്തിന് വേണ്ടി പോലും സുപ്രീം കോടതി പോകേണ്ടി വരുന്നു. GST വിഹിതം, ആ നിശ്ചയമായി നമുക്ക് ലഭിക്കേണ്ടിരുന്ന വിഹിതം പോലും പിടിച്ചു വെക്കുന്നു. കിട്ടേണ്ട പൈസ കിട്ടാൻ വേണ്ടി തന്നെ പലവട്ടം ഡൽഹിയിൽ പോയി കെഞ്ചേണ്ടി വരുന്നു. ഈ നിലക്ക് ഡൽഹി കേസ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന സ്റ്റാലിൻ ഒരിക്കൽ പോലും അറിയാതെ പോലും കേന്ദ്ര സർക്കാർ എന്ന വാക്ക് ഉപയോഗിക്കില്ല. കേന്ദ്ര സർക്കാർ എന്ന് ഉപയോഗിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ്. യൂണിയൻ സർക്കാർ എന്ന് പറയും. അപ്പോൾ ഇന്ത്യയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫെഡറലിസവുമായി ബന്ധപ്പെട്ടാണ്. അതിനെ ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആളാണ് സ്റ്റാലിൻ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുള്ള അനുഭാവ സമീപനം അവിടെയുണ്ട്. ഈ പറയുന്ന വളരെ ഭദ്രവും സുന്ദരവും മനോഹരവുമായിട്ടുള്ള ഈ മുന്നണി സംവിധാനവുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു 40-ൽ 40 ഈ മുന്നണി തന്നെ, ഇന്ത്യ മുന്നണി തന്നെ എടുക്കും എന്നുള്ളതാണ്. പിന്നെ രേഷ്മ പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ബി ജെ പി പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രചാരണം 8 തവണ പ്രധാനമന്ത്രി വലിയ മത്സരം നടക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം രാഹുലും സ്റ്റാലിൻ പങ്കെടുത്ത റാലിയിൽ ആ ജനക്കൂട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും വലിയൊരു ജനക്കൂട്ടം അടുത്ത കാലത്തൊന്നും ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് പറയാം. അതേ സമയത്ത് പിന്നെ കോയമ്പത്തൂരിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ പോയപ്പോഴൊക്കെയും 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ റോഡ് ഷോ മാത്രമാണ് നടത്തിയത്. അതെ, ഇതിലൊരു കാര്യം, ഈ പറയുന്ന BJPയുടെ അവകാശവാദങ്ങൾ, അവർ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് അതിൻ്റെ ഒരു കാര്യമുണ്ട്. സത്യത്തിൽ BJP ഈ ഇപ്പം മത്സരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഉന്നം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇപ്പോൾ AIADMK മത്സരിക്കുകയാണ്. AIADMK ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഇങ്ങനെ ഉപ്പ് വെച്ച കലം പോലെ എന്ന് പറയില്ല, ഇങ്ങനെ ഡിസൻറ്റഗ്രേറ്റഡ് ആകും, ദുർബലമാകും. ഒന്നാമത് അവർ അതിഭയങ്കരമായ ലീഡർഷിപ്പ് ക്രൈസിസ്, അതെ, 2 കഴിഞ്ഞിട്ടുണ്ട്. ലീഡർഷിപ്പ് ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്, വലിയ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ പോകും. അപ്പോൾ AIADMKയുടെ കാഡറുകളെ പിടിച്ചെടുക്കാം, അങ്ങനെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2ാമത്തെ പാർട്ടിയായി മാറുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതൊരു എന്താണ്, ഒരു ക്രമപ്രവൃത്തമായിട്ടുള്ള പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും BJPയുടെ ഒരു വളർച്ച സ്ട്രാറ്റജിയും കാലങ്ങളായിട്ട് എല്ലാ കാലത്തും. എന്നാൽ സംസ്ഥാന പാർട്ടികൾ, പ്രാദേശിക പാർട്ടികളുടെ കൂടെ സഖ്യം ചേരുക, എന്നിട്ട് അതിൻ്റെ തോളത്തിരുന്ന് അവയെ ദുർബലപ്പെടുത്തി സംസ്ഥാനത്ത് വളരുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉപയോഗിക്കുന്നു, ബീഹാറിൽ JDUയും രാംവിലാസ് പാസ്വാൻ്റെ LJPയും ഉപയോഗിക്കുന്നു, മുമ്പ് ബംഗാളിൽ TMC ഉപയോഗിച്ചു. TMC BJPയുടെ സഖ്യകക്ഷി എന്ന് മനസ്സിലാക്കണം. ഒറീസയിൽ ബിജു ജനതാദളിനെ ഉപയോഗിച്ചു. ഒറീസയിൽ മാത്രമാണ് അത് പൂർണ്ണമായിട്ട് അവിടെ. പക്ഷേ നവീൻ പട്നായിക്കിന് ശേഷം അതാണ് സംഭവിക്കും. തമിഴ്നാട്ടിൽ അതാണ് അവർ ജയലളിത ഇല്ല, ജയലളിതയ്ക്ക് ശേഷം അവരത് കാണുന്നു. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ ലക്ഷ്യം വെച്ചിട്ടാണ് അവർ മത്സരിക്കുന്നത്. ഈ ഇലക്ഷനിൽ വേറൊന്നും സംഭവിക്കാൻ പോകുന്നു. നാസർക്കായി തമിഴ്നാട് സർക്കാർ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ, കേന്ദ്രത്തിനെതിരെ, സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. അതായത് ഒരടിക്ക് 2 അടി എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. ഇപ്പോൾ ഈ ഹിന്ദി വിഷയം തന്നെ വന്നപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ ട്വീറ്റ്, ഹിന്ദി തിരിയാതെ പോടാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്വീറ്റ് ആ സമയത്തൊക്കെ ഭയങ്കര നമ്മൾ ചർച്ച ചെയ്തതും വളരെ വൈറലായതും ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയതുമായ ഒരു പ്രതികരണമായിരുന്നു. അങ്ങനെ സമാനമായ എത്രയോ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ സംഘപരിവാർ രാഷ്ട്രീയത്തെ അകറ്റി നിർത്താൻ സ്റ്റാലിൻ എടുക്കുന്ന ജാഗ്രത, ആ ജാഗ്രതയ്ക്ക് അവിടുത്തെ ജനങ്ങൾ സ്റ്റാലിനെ ചേർത്ത് പിടിക്കില്ലേ? അതുമാത്രമല്ല, ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണശാലയാകാൻ ഇത്തവണ സാധ്യതയുള്ള ഇടവും തമിഴ്നാട് തന്നെയല്ലേ? അത് പറയുമ്പോൾ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ അത് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള പ്രശ്നം. അത് സാധിക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ
ആയിട്ടുള്ള ഈ സംഗതി നടക്കുന്ന അതേ സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ടൊരു കൾച്ചറൽ മത്സരവും ഇതിൻ്റെ അടിയിൽ സമാന്തരമായിട്ട് ഇതേപോലെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിച്ച് നിലനിർത്താൻ ഇവർ കഴിയും. എന്നുവെച്ചാൽ നരേന്ദ്രമോദി ഈ ശ്രമം തുടങ്ങിയത്, നരേന്ദ്രമോദി അങ്ങോട്ടേക്കുള്ള കാല് വെക്കാനുള്ള ബംഗാളിലേക്ക് ഈ തമിഴ്നാട്ടിലേക്ക് കാല് വെക്കുന്ന ശ്രമം തുടങ്ങിയത് ഇപ്പോഴൊന്നല്ല, ഏതാണ്ട് 4 വർഷത്തിലധികമായി. നമുക്ക് നോക്കല്ല, അയാൾ അവിടെ ചെല്ലുന്നത് മുഴുവൻ ധോത്തി ഉടുത്തിട്ടാണ്. ധോത്തി ഉടുത്ത് പിന്നെ കസവിൻ്റെ ഒരു പിന്നെ ഇതും കൂടെ ഒരു തനി തമിഴ്, ഒരു പിന്നെ തമിഴ് എന്താ പറയുക, ഒരു പിന്നെ തേവർ ചെട്ടിയാർ തേവർ ഒരു തേവർ പിന്നെ ഒരു ഗൗഡർ തേവർ ചെല്ലുന്നത് പോലെയാണ് മൂപ്പര് ചെല്ലുക. പൊങ്കലാഘോഷം മാത്രമല്ല, പിന്നെ ലോക തമിഴ് സമ്മേളനം കാശിയിൽ വെച്ച് നടത്തി. ഇവർ കരുണാനിധി ഉണ്ടായിരുന്നപ്പോൾ പിന്നെ അവർ കോവയിലാണ് നടത്തിയിരുന്നത്, കോയമ്പത്തൂർ ഈ അവർ നടത്തിയ സമയത്ത് തൊട്ടടുത്ത വർഷത്തിൽ ഇയാൾ ചെയ്തത് കാശിയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് കാശി പിന്നെ എന്താ വെച്ചാൽ നമ്മളുടെ ഈ രാമേശ്വരത്തിന് ദക്ഷിണ കാശി എന്ന് പറഞ്ഞ ഒരു പേരുണ്ട്, തെങ്കാശി അല്ല, ആ സമ്മേളനത്തിൽ തെങ്കാശിയും കാശിയും തമ്മിൽ ഒരു കൊറിഡോർ, ഒരു കൾച്ചറൽ കൊറിഡോർ, ദക്ഷിണ കാശി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ. ഇപ്പം ഈ സാധനത്തിന് ഒരു തമിഴിൻ്റെ പഴയ ഈ പിന്നെ ഈ എന്താണ് പിന്നെ ഇതടക്കമുള്ള സ്ഥലത്തിന്, ഈ രാമേശ്വരം അടക്കമുള്ള സ്ഥലത്തിന് രാമേശ്വരമാണ് ക്ഷേത്രം. രാമേശ്വരം അടക്കമുള്ള ക്ഷേത്രത്തിന് രാമേശ്വരത്തിനും പിന്നെ ഉത്തരേന്ത്യയുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ കാശിയുമായിട്ടുള്ള ബന്ധം, ഈ സംഗതികളൊക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാനാണ് നോക്കിയത്. പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയത്, ഈ തമിഴ് ഈ പിന്നെ ഈ പാർലമെന്റ് ഉദ്ഘാടനത്തിന് കോല് ഈ കോല് കൊണ്ടുപോയത് തന്നെയാണ് ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. കാരണം എന്താ വെച്ചാൽ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ശൈവൽ ഇതാണ്. ഈ തമിഴ്നാട്ടിലെ ഈ തമിഴിൻ്റെ ഈ പറയുന്ന ഹിന്ദു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഈ ഏകശിലാ നിർമ്മിതമല്ല, അടിയിൽ അതിഭയങ്കരമായിട്ട് ഈ ശൈവ വൈഷ്ണവ തർക്കം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശൈവ നേതാക്കളെ, ഈ ശൈവ സെക്റ്റിൽ നിന്നുള്ള നേതാക്കളാണ് ഈ പിന്നെ ആളുകളാണ് അടിയാൻ എന്ന് പറയുന്ന ഇവരാണ് മുഴുവൻ ഇതിൻ്റെ ശൈവ മഠാധിപന്മാരാണ് മുഴുവൻ ചെങ്കോലും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ളത്. ഇത് ശരിക്കും മുതലെടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പം ഈ നമ്മളെ കർണാടകത്തിലുള്ള ഇതേപോലെ തന്നെ കർണാടകത്തിലുള്ള ലിംഗായത്ത് പിന്നെ വക്കലിംഗ വ്യത്യാസം പോലെ തന്നെ ഇവിടുത്തെ ശൈവ വൈഷ്ണവ വ്യത്യാസമുണ്ട്. അതങ്ങനെ തന്നെ മുതലെടുക്കാൻ ഇവർ പിന്നെ ശൈവരുടെ കൂടെയാണ് എന്നുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ശൈവർക്കാണ് കുറച്ച് ബ്രാഹ്മണിസം കൂടുതൽ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടും ഈ സമയത്താണ് ഉദയനീതിമാരൻ ആദ്യം പറഞ്ഞ മറ്റേ സനാതനത്തിനെതിരെയുള്ള പ്രസംഗം, ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് അതിഭയങ്കരമായിട്ട് അവർ ഒരു സ്റ്റെപ്പ് മോഡി എടുത്താൽ നേരെതിരായിട്ടുള്ള സ്റ്റെപ്പ് ഇവരെടുത്തിട്ട് ഇതിൻ്റെ കൾച്ചറൽ സംഗതി അങ്ങനെ തന്നെ ഉയർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ ഇതേ സമയത്ത് സമാന്തരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ കൃഷ്ണയ്ക്ക്, നമ്മുടെ TM കൃഷ്ണയ്ക്ക്, മറ്റേ കർണാടക സംഗീതത്തിലെ TM കൃഷ്ണയ്ക്ക് ഈ ഇതിൻ്റെ അവാർഡ് കൊടുത്തതാണ്. ഈ പിന്നെ തമിഴ്നാട് മ്യൂസിക് അക്കാദമിയുടെ അവാർഡ് കൊടുത്തത് അത് ഭയങ്കരമായിട്ടൊരു ബ്രാഹ്മണ വിരുദ്ധ ഒരു പിന്നെ ഇതായിട്ട് ഒരു പിന്നെ ഡയലറ്റിക്സ് ആയിട്ട് അതിൻ്റെ ഒരു ഭയങ്കര തർക്കമായിട്ട് തമിഴ്നാട്ടിൽ മാറിക്കഴിഞ്ഞിട്ട്, ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ദ്രാവിഡ പൊളിറ്റിക്സ് വെറും രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, അത് ദേശീയതമായിട്ട് ബന്ധപ്പെട്ടതും ഈ തമിഴ് ദേശീയതമായിട്ട് ബന്ധപ്പെട്ടതും അതേ സമയത്ത് തന്നെ ഈ ബ്രാഹ്മണ വിരോധവുമായിട്ടും ഹിന്ദി വിരോധവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ്. അത് വർഷങ്ങളായിട്ട് ഈ ദ്രാവിഡ രാഷ്ട്രീയം ഉയർന്നു വന്നത് കാലത്ത് മുതൽ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ ഘടകങ്ങളെയും BJP-ക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തവണ DMK ഇതായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാത്തരം തന്ത്രങ്ങളും. ഈ പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആണ് ഈ ശരിക്ക് കോയമ്പത്തൂർ മണ്ഡലം ആദ്യം CPM-ന് കൊടുത്തിരുന്നുണ്ട്. കാരണം CPM-ന് ശക്തിയുള്ള അവിടുത്തെ ഈ ട്രേഡ് യൂണിയനുകൾക്ക് ശക്തിയുള്ള സ്ഥലം എന്ന നിലയ്ക്ക് CPM-ന് കൊടുത്തിരുന്നതാണ്. CPM-ന് അത് കൊടുത്ത് CPM അവിടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് ഇവർ അണ്ണാമലയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് മണ്ഡലം തിരിച്ചു വാങ്ങാൻ ഇവർക്ക് കഴിഞ്ഞു. DMK CPM-നോട് കോയമ്പത്തൂർ മണ്ഡലം തിരിച്ചു വേണമെന്ന് പറഞ്ഞു, അവർ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവർക്ക് ഡിണ്ടിഗൽ അവർക്ക് കൊടുത്ത ശേഷം ഇവിടെ CPM ഇവിടെ DMK സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഡയറക്റ്റായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. ആ തരത്തിൽ രാഷ്ട്രീയമായിട്ടും കൾച്ചറലായിട്ടും ഒരേപോലെ BJP-യെ ചെറുത്ത് നിൽക്കാൻ DMK-ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അതിഭയങ്കരമാക്കി ഇത്തവണ ഈ രണ്ടക്കം പോയിട്ട്
ഒരു സീറ്റ് പോലും ഉണ്ടാവുന്ന കാര്യം സംശയമാണ്. ദിവസം ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ വീട് ഇടുക്കിയിലാണ്, അപ്പോൾ രാമക്കൽമേടാണ്. അപ്പോൾ നമുക്കവിടെ ഈ കമ്പത്തേക്ക് അടുത്താണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ മുന്തിരി തോട്ടത്തിൽ, പല തോട്ടങ്ങളിൽ കൃഷിഭൂമിയാണ്, അവിടെ ഒരുപാട് സ്ത്രീകൾ പണിയെടുക്കാൻ വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ ബോധ്യത്തെക്കുറിച്ച്. ഈ പെരിയാറിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഇപ്പോഴുമുള്ള ആവേശം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. മോദിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ സ്റ്റാലിനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. ഒരാളുടെ അല്ലെങ്കിൽ ഒരുപാട് പേരോട് നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു ആകാംക്ഷ കൂടെ ഉണ്ടല്ലോ, ഇവരെ നമ്മൾ പറയുന്നത് തന്നെയാണോ ഇവർ ചിന്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. രേഷ്മ, TM കൃഷിയുടെ അവസാനം പാടിയ പാട്ട് കേട്ടില്ലേ? യെസ്. പിന്നെ പെരിയാറെ കുറിച്ചിട്ട് അതെ അതെ ചിന്തിക്ക ചെന്നവർ ചെറിയാർ എന്നും പറഞ്ഞിട്ടാണ്. കാരണം ഈ സമയത്ത് പിന്നെയും പെരിയാറിനെ തിരിച്ചു കൊണ്ടുവരാന്നാണ് അവർ ചെയ്യുന്നത്. യെസ്, തീർച്ചയായിട്ടും. യെസ്, അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തിന് എല്ലാ കാലവും പ്രസക്തിയുണ്ട്. അപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് തമിഴ്നാട് പോകുമ്പോൾ കൃത്യമായും വ്യക്തമായും ബോധ്യമുള്ള ജനത തന്നെയാണ് തമിഴ്നാട്ടിലെ പ്രബുദ്ധരായ ആളുകൾ. നമുക്ക് കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.